ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ബെല്ലൈക്കൺ അമർത്തി പുതുപുത്തൻ സിനിമ വാർത്തകൾ ആദ്യമേ തന്നെ അറിയൂ. ദുൽഖർ സൽമാൻ അമൽ നീരദ് മാസ് കോംബോയിൽ പിറന്ന CIA അതായത് കോമ്രേഡ് ഇൻ അമേരിക്ക എന്ന ചിത്രം ഇന്ന് മെയ് 5-ന് റിലീസായി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നൈസ്, പക്ഷേ അത്ര നൈസ് അല്ലതാനും. CIA നിർമ്മാണവും സംവിധാനവും അമൽ നീരദാണ് ചെയ്തിരിക്കുന്നത്. BGMഉം സോങ്സും ഗോപി സുന്ദറിന്റേതാണ്. ദുൽഖറിനെ കൂടാതെ സിദ്ദിഖ്, ദിലീഷ് പോത്തൻ, സൗബിൻ, സുജിത് ശങ്കർ, കാർത്തിക മുരളീധരൻ, ചാന്ദ്നി എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നു. തന്റെ പ്രണയിനിയെ തേടി അമേരിക്കയിലെത്തുന്ന ദുൽഖർ സഖാവിന്റെ കഥയാണ് CIA. അൻവർ, ബിഗ് ബി, ഇയോബിന്റെ പുസ്തകം എന്നീ ഇടിവെട്ട് മാസ് സ്റ്റൈലിഷ് പടങ്ങൾ ചെയ്ത അമൽ നീരദിൽ നിന്നും എല്ലാവരും പ്രതീക്ഷിക്കുന്നതും ഇത്തരത്തിലുള്ള ചിത്രങ്ങളാണ്. ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫ് നല്ലതായിരുന്നു. ദുൽഖറിന്റെ ഇൻട്രോയ്ക്ക് കിട്ടിയ കയ്യടിക്ക് കണക്കില്ല. ആദ്യ പകുതിയിൽ ദേ ഈ ഷർട്ടിട്ട് ഒരു അടി സീനുണ്ട്. എന്റെ പൊന്നോ, ഗോപിച്ചേട്ടന്റെ BGM കൂടെ വരുമ്പോൾ നല്ല അസൽ ഫൈറ്റ് സീൻ കാണാം നമുക്ക്. അതിൽ DQന്റെ ലുക്കും ഒരു രക്ഷയില്ല. DQന്റെ അച്ഛനായി എത്തിയ സിദ്ദിഖിക്ക പൊളിച്ചു. ഇതാകണം അച്ഛൻ എന്ന് ആരും പറഞ്ഞു പോകും. കൂട്ടുകാരനായ സൗബിൻ മച്ചാനും പൊളിച്ചു. ദിലീഷ് പോത്തനും തനിക്ക് കിട്ടിയ കഥാപാത്രം മികച്ചതാക്കി. ദുൽഖറിന്റെ അഭിനയത്തെപ്പറ്റി പറയണ്ടല്ലോ, ദുൽഖർ ഇല്ലെങ്കിൽ ഈ ചിത്രമില്ല. നായികയായി എത്തിയ കാർത്തികയ്ക്ക് ഒരു നായികയുടെ ലുക്കും അഭിനയമൊക്കെയുണ്ട്. തന്റെ പ്രണയിനിയെ തേടി അമേരിക്കയിൽ പോകുന്ന നായകൻ, ഇതാണ് CIA. നാട്ടിൽ വെച്ച് നായകന് അതായത് ദുൽഖറിന് ലവ് ഉണ്ടാകുന്നു. പക്ഷേ അവൾ അമേരിക്കയിൽ പോകുന്നു. അവളെ തേടി അവനും അമേരിക്കയ്ക്ക് പോകുന്നു. ഈ പോകുന്ന വഴിക്ക് കുറച്ച് സംഭവം ഉണ്ടാകുന്നു. ആ സംഭവങ്ങളാണ് രണ്ടാം പകുതി. രണ്ടാം പകുതിയിൽ നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന സീനുകൾ തീരെ കുറവാണ്. പ്രണയിനിയെ തേടിയുള്ള ദുൽഖറിന്റെ യാത്ര സംവിധായകന് കുറച്ചുകൂടി സംഭവ ബഹുലമാക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിഞ്ഞ നീണ്ട യാത്രയായി സെക്കൻഡ് ഹാഫ് മാറുന്നു. ഈ യാത്ര നമ്മളെ ചെറുതായി ബോറടിപ്പിച്ചേക്കാം. ഫൈനൽ ക്ലൈമാക്സ് അടിപൊളിയാണ്. പ്രത്യേകിച്ച് പറയാൻ ഒന്നും തന്നെയില്ല. ഒരു സാധാരണ ചിത്രം. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. നന്ദി.